ഞങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൊളാബ് വർക്ക് ഉണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് നിഷാൻറ്റിയുടെ കൂടെ പൊണ്ണുബാബി ആണെങ്കിൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് നേരം വൈകിട്ട് എണീച്ച് എത്തിയെന്ന് തോന്നുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോർ ഇത്രയും പെട്ടെന്ന് എത്തിയിട്ടോ. നമ്മൾ പൊണ്ണു ഇവിടെ വന്നപ്പോൾ വേഷം കെട്ടായിട്ടോ. പിന്നെ പൊണ്ണുവിന് അപ്പുറത്ത് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ദേ നമ്മൾ നടക്കാട്ടോ. അപ്പോൾ നമ്മൾ മോളിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ കയറിയപ്പോഴാണെങ്കിൽ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതൊരു ന്യൂ മോളായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ദുബായിൽ മോളിൽ പോണ പോലെയൊക്കെ ഒരു ഫീലായിരുന്നു കേട്ടോ. യൂഷ്വലി നമ്മൾക്ക് ഇവിടെ തൃശ്ശൂരുള്ളതൊരു ശോഭ മോളുണ്ട്, പിന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇത് ഹൈലൈറ്റ് മോള് നല്ല മോളായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നത് ഷാൻഡൊപ്പായിരുന്നു, ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതേ നമ്മൾ ഒറ്റയ്ക്കായിട്ടോ വന്നേക്കണേ, ഞാനും മമ്മിയും നിഷാൻറ്റിയും പൊണ്ണുബാബി കേട്ടോ. അപ്പോൾ ടോണിയൻ ഗൈയിലാണ് നമ്മൾ പോണേ. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മുടെ പൊണ്ണുബാബി വേഷം കെട്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ചൊരു 5 minutes വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ചെയ്യണ സ്റ്റൈലിസ്റ്റ് അവിടെ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മളെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യേണ്ടത്, നമ്മൾ കൊളാബ് ഷൂട്ടാലോ. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ പൊണ്ണുബാബി ആണെങ്കിൽ അവിടെ ഫുള്ള് എല്ലാ കാര്യങ്ങളും നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര തക്കുടുമായിട്ട് നടക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ അമ്മ നിഷാൻറ്റി ഞാനും. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അമ്മയ്ക്ക് നിഷാൻറ്റി ഉള്ളത് കൊണ്ടാണെങ്കിൽ കൂട്ടായിട്ട് ഒരു എന്താ പറയുക കമ്പനി ആയിട്ടിരുന്നു ഇല്ലെങ്കിൽ കട്ട ബോറായേനെ കേട്ടോ. ബോറടിയായേനെ, ബോറാന്നല്ല. ഞാനും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് പോകണേക്കാട്ടും മുന്നേ നമ്മളുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര എൻ്റർടൈൻമെൻറ്റുമാണ്, നമുക്കൊരു സന്തോഷമല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് പോണത് ജീവിത സാഹചര്യം കൊണ്ട് ചില ഓഫീസിലൊക്കെ മീൻസ് വർക്ക് പ്ലേസിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവല്ലാണ്ട് എനിക്കിഷ്ടമല്ല ശരിക്കും പറയാം. എനിക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ കമ്പനി വേണം. എനിക്ക് അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്വസ്ഥതയും സമാധാനം, ഒരു മനസ്സിന് എന്താ പറയുക ജീവിച്ചിരിക്കണമെന്ന് തന്നെ ഒരു അർത്ഥം തോന്നണു എന്നൊക്കെ പറയില്ലേ, അതുപോലെ കേട്ടോ. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒറ്റയ്ക്ക് എല്ലാതും ചെയ്യണേക്കാട്ടും. അപ്പോൾ അതേ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു നമ്മൾ. അപ്പോൾ അതേ അവിടെ കൗണ്ടറിൽ പോയിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഏത് ട്രീറ്റ്മെൻറ്റാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ ഞാനാണെങ്കിൽ മുടി എപ്പോൾ പുറത്ത് പോയാലും ഇപ്പോൾ ടൈ ചെയ്തിട്ടാട്ടോ പോവുക. കാരണം ചൂടെന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ ചൂടാട്ടോ. പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ട് പിന്നെ പറയണ്ട. അപ്പോൾ അതേ ഞാൻ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും നമ്മുടെ ഏത് ടൈപ്പാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. പിന്നെ ഇതാട്ടോ സ്റ്റൈലിസ്റ്റ്, ആൾ അടിപൊളിയായിട്ട് ചെയ്തെന്നു കേട്ടോ. ഞാൻ ഇത്രയും നാളും കാര്യമായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ ഇപ്പോൾ മേക്കപ്പ് ഞാൻ ഇതേവരെ എനിക്ക് ആണുങ്ങളാരും ചെയ്തു തന്നിട്ടില്ല. ബട്ട് ഈ ആണുങ്ങൾ ഉദ്ദേശിക്കുന്നത് ലൈക്ക് മനസ്സിലായല്ലോ, ഞാൻ എൻ്റെ ടേമിൽ ഞാൻ പറയുന്നത് കേട്ടോ. അവർക്കൊരു പ്രത്യേക കഴിവാട്ടോ. ഇപ്പോൾ കുക്കിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏട്ടനും അതുപോലെ തന്നെ അച്ഛൻ്റെയും കുക്കിങ് അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ അമ്മ കുക്ക് ചെയ്യാൻ നല്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കുക്ക് ചെയ്യാൻ അത്ര പോരാന്നല്ല, എന്നാലും എനിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് നല്ലത് തോന്നാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഹെയർ സർവീസസ് എൻ്റെ ഇപ്പോൾ മുന്നേ ഞാൻ നാച്ചുറൽസിൽ കുറേ നാൾക്ക് മുന്നേ ഒരു ഹെയർ കട്ട് ചെയ്തു, അത് അയാൾ ഡിസാസ്റ്ററായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ മുടി കളർ ചെയ്തതും ഹെയർ കട്ട് ചെയ്തതും സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അച്ഛനൊന്നും ശരിക്കും എൻ്റെ ഈ ഹെയർ കളറിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണുമ്പോൾ അച്ഛൻ നല്ല അഭിപ്രായമൊന്നും യൂഷ്വലി പറയാറില്ല. ബട്ട് ആദ്യമായിട്ട് അച്ഛൻ ഇത് കണ്ടതിന് ശേഷം പറഞ്ഞു, ചിന്നു ഇത് അടിപൊളിയായിട്ടുണ്ട് നിനക്ക്. മീൻസ് ഞാനെപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് ഇതുപോലത്തെ ഹെയർ കളറിങ് ചെയ്യണം, ഇതുപോലെ ആവണം എന്നാണ്. ബട്ട് എന്തോ കാരണവശാൽ ചെയ്ത് വരുമ്പോൾ കൊളായിട്ട് ആകെ പൈസയും പോവുകയും ചെയ്യും, അതുപോലെ തന്നെ ഒരു വൃത്തി ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഇത് ഞാനിപ്പോൾ കൊളാബ് അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യണോണ്ട് പറയല്ല, അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ഹെയർ സ്റ്റാൻഡ്സും എടുത്തിട്ട് പിന്നെ ഏതാണ് ഫേസിന് സ്യൂട്ടാവണത് ഞാൻ വെച്ചു
അടിഭാഗത്ത് മാത്രം ഫുള്ള് ഈ കളർ കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആളൊരു നോർത്ത് ഇന്ത്യൻ ആട്ടോ. ആള് നമുക്ക് ചൂസ് ചെയ്ത് തന്നു, ഇത് ചെയ്താൽ മതി. എന്നോട് പറഞ്ഞു ഇത്തിരി കൂടി ലൈറ്റർ കളർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് ഫേസിന്. പക്ഷേ എനിക്ക് ലൈറ്റർ കളർ എനിക്ക് തീരെ ഇഷ്ടമല്ല. പേഴ്സണലി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ആള് സജസ്റ്റ് ചെയ്തത് തന്നെയാണ് ഈ കളർ. ഇത് മഹാഗണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബർഗണ്ടി കളറാട്ടോ. മഹാഗണി ബർഗണ്ടി കളറാന്ന് തോന്നുന്നു പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ കളറിങ് ഒക്കെ ചെയ്തു. കുറേ ഫുൾ എല്ലാ സ്റ്റാൻഡ്സും എടുത്തിട്ടാണ് ചെയ്തത്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആട്ടോ. ഈ ഹെയർ കളർ ഇത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം എക്സ്പെൻസീവാണ്. ബട്ട് വേർത്താണെന്ന് ചോദിച്ചാൽ വേർത്താണ്. ഞാൻ മുന്നേ ചെയ്തതൊന്നും വലിയ എന്താ പറയുക എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഞാൻ മുന്നേ ഹെയർ കളറിങ്ങൊക്കെ ചെയ്തത്. ബട്ട് ഇത് പക്ക ഞാൻ എന്താണ് ആഗ്രഹിച്ചത്, ഞാൻ ഇത്രയും നാളായിട്ട് ആഗ്രഹിച്ചത് എന്താണോ ആ സെയിം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടോ. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വന്നപ്പോൾ അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ല അച്ഛനടക്കം പിന്നെ ആരും മോശം പറയില്ല കേട്ടോ. പിന്നെ പുറത്ത് ഭയങ്കരമായിട്ട് വെളിച്ചത്തിൽ പോകുമ്പോഴാണ് ഭയങ്കരമായിട്ട് തോന്നുക. അല്ലാണ്ട് നോർമലി നമ്മളിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണുമൊന്നുമില്ല. എനിക്ക് അതായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ടൈം കൊണ്ട് അമ്മ എനിക്ക് വാട്സപ്പിലൊക്കെ പൊണ്ണുവാബിയുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. പിന്നെ അവർ തൊട്ടടുത്ത് തന്നെയാണ് എന്തെങ്കിലും ആവശ്യം വന്നാൽ വരും ചെയ്യും. പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഹെയർ സ്റ്റൈല് ചേട്ടനൊക്കെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ റെസ്റ്റ് വേണമെന്നൊക്കെ ഇതിനിടയ്ക്ക് ചോദിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ആ ചെയറിലിരിക്കണ സമയത്ത് എനിക്ക് യൂഷ്വലി ഇരിക്കണ സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് കിടക്കണ സമയത്താണ് ഇല്ലാത്ത പെയിനും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഇതേ ഫേസിൽ കുറച്ച് പൊണ്ണുബാബി മാന്തി പൊട്ടിച്ച കുറച്ച് പാടൊക്കെ ഉണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ വന്നു. പിന്നെ പൊണ്ണുബാബി കിടന്ന് ഉറക്കായി. അപ്പോഴേക്കും എൻ്റെ എല്ലാ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഹെയർ ഡ്രൈ ചെയ്യലും കാര്യങ്ങളും. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ അവർ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഹെയർ കളറിങ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഹെയർ കട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലെങ്ത്ത് കുറയ്ക്കേ വേണ്ട. കാരണം എനിക്ക് എന്താണെന്നറിയില്ല ഇപ്പോൾ ഹെയറിൽ ഭയങ്കര ലെങ്ത്ത് ഉള്ളതാട്ടോ ഇഷ്ടം. അതായത് ഓവർ ലെങ്ത്തൊക്കെ ഇഷ്ടമില്ല, ഒരു മിഡ് വരെ ലെങ്ത്ത് ഉള്ളതാട്ടോ ഇഷ്ടം. പിന്നെ വെട്ടാണെങ്കിൽ എനിക്കൊരു ഷോൾഡർ വരെ വെട്ടണം, അത്രയും ഷോർട്ട് ആക്കണം. അഥവാ വളർത്താണെങ്കിൽ ഒരു പകുതി വരെ വേണം. അതാണ് ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടം അതാട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് മാത്രം ആൾ വെട്ടിയിട്ടുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ കുറച്ചേ വെട്ടിയിട്ടുള്ളൂ, ഓവറായിട്ടൊന്നും ആൾ വെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ പറയുന്നത് പോലെ തന്നെ ആൾ ചെയ്തു. പിന്നെ നമ്മൾ ബോട്ടോക്സ് ഓൾറെഡി നമ്മൾ 1 ഇയർ മുന്നേ ചെയ്തത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ലെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. ഭയങ്കര വോളിയമായിട്ടൊന്നും തോന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ ബോട്ടോക്സും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഹെയർ ആട്ടോ നല്ലത്. എനിക്ക് ഞാൻ എന്താ പറയുക കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്തത്. ആ ടൈമിലാണെങ്കിൽ എൻ്റെ എന്താ പറയുക സ്ട്രേറ്റ് ഹെയർ ആയിരുന്നു. അത് ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് ലെയറും സ്റ്റെപ്പൊക്കെ അടിച്ചപ്പോൾ ഹെയറിൻ്റെ ടെക്സ്ചർ ചേഞ്ച് ആവട്ടോ. ഇപ്പോൾ കുറേ പേര് എനിക്കറിയണോ അവരിങ്ങനെ കാണുന്നത് അവരുടെ ഹെയർ ടെക്സ്ചർ ചേഞ്ച് ചെയ്യണത്. ഞാൻ വെച്ചാൽ എൻ്റെ ഹെയറിന് എന്തെങ്കിലും പ്രശ്നമാണല്ല, അതിങ്ങനെ ടെക്സ്ചർ നമ്മുടെ ചേഞ്ച് ആവട്ടോ, കുറച്ച് വേവി പോലെ. എനിക്കത് പക്ഷെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് ഭയങ്കരമായിട്ട് ഷോർട്ട് ആകുമ്പോൾ ഇങ്ങനെ മുന്തിരിക്കൊല കിടക്കണ പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുന്നേ സ്മൂത്തനിങ് ചെയ്തിരിക്കണേ. ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ടും ഹെയറിൽ ട്രീറ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഈ ബോട്ടോക്സ് അതുപോലത്തെ ഒന്നും ചെയ്യാറില്ല. ഹെയർ കളർ എപ്പോഴും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ പക്ഷെ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷെ നമുക്കൊരു കൊളാബ് കിട്ടിയപ്പോൾ നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താ ചിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അത്ര വെട്ടണ്ട എന്നാണ് ഈ ഫോണിൻ്റെ ബാക്കിൽ നിന്നിട്ട് പറഞ്ഞിട്ടോ. എൻ്റെ എക്സ്പ്രഷൻ അതാണ്, അയ്യോ അത്ര വെട്ടണ്ടെന്നൊക്കെ. പിന്നെ ചെയ്ത് വന്നപ്പോഴൊന്നും അധികം ലെങ്ത്തേ ഒന്നും പോയിട്ടില്ല കേട്ടോ. ഒരു ഇത്രയാണ് ആൾ കണ്ടറിഞ്ഞിട്ടാണ് ചെയ്തത്. ഈ ചില നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ നമ്മളെ ഹെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യാത്ത പരീക്ഷണങ്ങളില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നാച്ചുറൽസിൽ, അതായത് യൂണിസെക്സ് സലൂൺ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ മുന്നേ ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുന്നേ പോയിട്ടുണ്ടായിരുന്നേ. എന്നിട്ടാണെങ്കിൽ എൻ്റെ അമ്മ ഹെയർ ഫുള്ള് വെട്ടി നശിപ്പിച്ച് കൊള്ളായി കേട്ടോ. അത്രയ്ക്ക് ഇതായിട്ടുണ്ടായിരുന്നു ചെയ്തത്. പക്ഷേ ഇത് അടിപൊളി സർവീസായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഹെയർ ഡ്രയർ കൊണ്ട് ഡ്രൈ ചെയ്ത് വെക്കുമ്പോൾ നമുക്കിങ്ങനെ ഹെയർ കളർ നമുക്കിതാവും. പിന്നെ ഇപ്പോൾ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് പോയി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണ ആളാട്ടോ.
അപ്പോൾ ആളായിരുന്നു നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇതേ നമുക്ക് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഹെയർ സെറ്റ് ചെയ്ത് തന്നു. അവർ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താണെന്നറിയില്ല, ഞാൻ ഓവറായിട്ട് അവിടെ നിന്നിട്ട് ഹെയറിൻ്റെ പിന്നെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ അധികം എടുത്തില്ല കേട്ടോ. എന്താണെന്നറിയില്ല, യൂഷ്വലി ഞാൻ ഭയങ്കരമായിട്ട് എടുക്കാറുള്ളതാണ്. ഈ പ്രാവശ്യം അല്ലാണ്ട് ഷോ ഓഫോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ദുബായിൽ വെച്ചിട്ട് ഒരു ഹെയർ കട്ട് ചെയ്താൽ ഞാൻ എന്തൊക്കെയാ ആ വീഡിയോയിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹെയർ ഇങ്ങനെ മുടിയൊക്കെ ഇളക്കലും കാര്യങ്ങളും. ഇതെന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ വളരെ എന്താ പറയാ ലൈറ്റ് ആയിട്ടൊക്കെ കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഹെയർ കട്ട് ലുക്കും പിന്നെ കളറിങ് ലുക്കും ഇതാട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നമുക്കിന്ന് ഹെയർ വാഷൊക്കെ ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്താണ്. അപ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഹെയർ വാഷ് ചെയ്യാറ്. പക്ഷെ ഞാനിത് ചെയ്തിട്ട് ഒരു 2 ഡേയ്സ് ആയിപ്പിക്കും ഞാൻ ഹെയറൊക്കെ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ഒന്നാമത് പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് ചൂടുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ വേഗം വാഷ് ചെയ്ത് കളഞ്ഞു. ഞാൻ അങ്ങനെ ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ, നമ്മുടെ എന്താ പറയുക സെറ്റ് ചെയ്ത കാര്യമൊക്കെ. അപ്പോൾ അതേ ആളോട് ഞാൻ പറയുകയാണെങ്കിൽ അധികം സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിക്കണ്ട, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് ഞാൻ അങ്ങനെ പറയായിരുന്നു കേട്ടോ. യൂഷ്വലി എനിക്ക് ഇഷ്ടമല്ല സെറ്റിംഗ് സ്പ്രേ ഒന്നും അധികം ഇടുന്നത്. അപ്പോൾ പിന്നെ അതേ ഇതാട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ കാണുന്ന കളർ ഇതേ ഇപ്പോൾ നമ്മൾ റൂമിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന കളറാട്ടോ നമ്മുടെ ഹെയറിൽ കാണാം. ബട്ട് കുറച്ച് വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ബ്രൈറ്റനായിട്ട് ഈ ബർഗണ്ടി കളർ ഇങ്ങനെ എടുത്ത് കാണും കേട്ടോ. അപ്പോൾ ഇത്ര ഹെയറാണ് നമ്മുടെ ആകെ കൂടിയിട്ട് വെട്ടിയിട്ടുള്ളൂ, അധികമൊന്നും വെട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ അമ്മ കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ഇതാട്ടോ അപ്പോൾ ലുക്ക്. അപ്പോൾ ഞാൻ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ, സൈഡിൽ ഷൂട്ട് ചെയ്യണ്ട കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. അപ്പോൾ ബാക്ക് സൈഡിൽ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഇരിക്കണേ. അപ്പോൾ എനിക്കാണ് ഈ ഹെയർ കട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ അത് വ്ളോഗൊക്കെ ആയിട്ട് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്കത് എപ്പോഴെങ്കിലുമൊക്കെ റെഫർ ചെയ്യാനും പിന്നെ എനിക്ക് കാണാൻ വേണ്ടിയിട്ടും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടോ. എവിടെയാണെന്നും കൂടി എനിക്ക് ഓർമ്മയില്ല ഫുഡ് കഴിച്ചത്. അവിടെയുള്ള ഒരു ഫുഡ് കോർട്ടിൽ പോയിട്ട് 2 മിനി ബർഗറും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ ആണ് ഓർഡർ ചെയ്തത്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കണത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ആട്ടോ ഹെയർ കളർ കാണാം. അപ്പോൾ പൊണ്ണുബാബി അപ്പോൾ കരച്ചിലും വേഷം കെട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ പൊണ്ണുബാബിക്ക് അമ്മ എന്തൊക്കെയോ മേടിച്ചു കൊടുത്തു. അവന് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാട്ടോ. കുറേ നാളായി പൊണ്ണുബാബി ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട്. അവൻ അങ്ങനെ ജങ്ക് ഫുഡ്സോ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. വീട്ടിലുള്ള ഫുഡ് പഴം, പാല്, മുട്ട അതൊക്കെയാണ് അവന് യൂഷ്വലി കൊടുക്കാറ് കേട്ടോ. ജങ്ക് ഫുഡ്സൊന്നും അവനങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവനധികം കൊതിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കിട്ടിയാൽ കഴിക്കും 2-3 എണ്ണം, അല്ലാണ്ട് അവനധികം ഭയങ്കരമായിട്ട് കൊതിയോ കാര്യങ്ങളും. പിന്നെ എന്താ ഷേക്ക് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടൊന്നും കഴിച്ചൊന്നുമില്ല, അധികം വിശക്കണവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവരാണെങ്കിൽ അതിന് മുന്നേ ആ ടൈമിൽ പൊണ്ണൂന് എന്തൊക്കെയോ മേടിച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അങ്ങനെ വിശപ്പില്ലാത്തത് കൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നിഷാൻറ്റി ഞങ്ങൾ നടക്കണ വീഡിയോ. അപ്പോൾ ഞാൻ ഷോഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വക കാട്ടായകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അമ്മുബാബി എന്നൊക്കെ പറയണേ അമ്മ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിന്നെ നമ്മൾ മോളിൽ നിന്ന് പോവാട്ടോ. അപ്പോൾ ഇതാട്ടോ ഒരു മിനി ആയിട്ടുള്ള നമ്മളുടെ ഒരു ഹെയർ മേക്ക് ഓവർ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയാം, ഇങ്ങനത്തെ വീഡിയോസാണ് താല്പര്യം. സ്കിൻ കെയർ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി, അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അതൊക്കെ കാണാം. അപ്പോൾ ഞാൻ നിഷാൻറ്റിയുടെ കൈ പിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാം കേട്ടോ. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് പിന്നെ നിഷാൻറ്റിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സേഫ് ആയിരുന്നു കേട്ടോ. എനിക്ക് വയ്യ പറയുമ്പോൾ ആള് ഡ്രൈവ് ചെയ്യും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിഷാൻറ്റി ആട്ടോ ഡ്രൈവ് ചെയ്ത് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.